എന്നും നമ്മൾ ഇവിടുത്തെ കഴിക്കില്ല. അപ്പോൾ ഒന്ന് ചേഞ്ച് ആക്കട്ടെ നേരെ വണ്ടി എടുത്ത് ഒറ്റ പോക്കാ തോമസ് ഒട്ടി ഇട്ടോടാന്ന് പറഞ്ഞ മാതിരി ഒരു പോക്ക് പോയാണ്ടേ നേരെ മലയാള ഹോട്ടൽക്കാട് പോയിട്ടോ. അങ്ങനെ ഞങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട് നോക്കണ്ട. അങ്ങനെ എന്തായാലും കജ്ജും കാലിക്കൊക്കെ കഴിക്കാണ്ട് തമ്മിലായിട്ട് മുഖം കഴിച്ച് മിക പള്ളയിലങ്ങോട്ട് പച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്ന് വെച്ചാൽ ചെറിയൊരു പടിയും കൂട്ടിയാണ് ആദ്യം തിന്ന്. അങ്ങനെ സാധനം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. സാധനം എന്തൊക്കെ വരുന്നത് അപ്പോൾ നെയ്ച്ചോറുണ്ട്, ബിരിയാണി റൈസ് ഉണ്ട് ഒക്കെ പറഞ്ഞിട്ടോ. പിന്നെ ചിക്കൻ കടായി പറഞ്ഞ്, ചിക്കൻ ചില്ലി പറഞ്ഞ്, പിന്നെ ബീഫ് ഒരു ഒലത്തിയ ഒരു സംഭവം ഉണ്ട് ഇവിടുത്തെ ഒരു വെറൈറ്റി. ഇവിടുത്തെ നാട്ടിലത്തെ ബീഫിൻ്റെ ആ ലെവൽക്കൊന്നും ഇവിടുത്തെ പോലെ ഇവിടുത്തെ പോലിട്ട് അത് വേറെ കാര്യം. അങ്ങനെ ഏതായാലും കുറേ സലാഡ് ഇതൊക്കെ കൊണ്ടുവന്നു. ഈ സംഭവിച്ചാൽ മലയാള ഹോട്ടലാണെങ്കിൽ ഏവറിയാലും നമ്മൾ 5-6 ആൾക്കാർ അടിപൊളിയായിട്ട് നിന്നിട്ടോ. അതാണ് ഇപ്പോൾ അവർ പറഞ്ഞില്ലേ. അപ്പോൾ ചിലയിടത്ത് പൈസ കൂടും, ചിലയിടത്ത് പൈസ കുറയുന്ന അറിയില്ലേ. സംഭവം അടിപൊളിയാണ്, രസമൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ഇവിടുത്തെ വെറൈറ്റി അതായത് മസാല ഇല്ലാത്ത ഫുഡുകളാണ് നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാൻ പറ്റുന്നുള്ളത്. ഏതായാലും ഞാൻ അച്ചാറും കുത്തി ഇങ്ങനെ തിന്നിട്ട് നെയ്ച്ചോറ്, പിന്നെ അപ്പുറത്തന്നെ ബിരിയാണി കഴിച്ചിട്ട് മാറുക, അത് പിന്നെ പണ്ടുള്ള സ്വഭാവമാണല്ലോ. എന്തൊക്കെയോ ചരിത്രം